പ്രകൃതിയുടെ നിഗൂഢതകൾക്കിടയിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഒരു കാട് മുഴുവൻ ക്ഷേത്രമായി മാറുന്ന ഒരു മഹാ അത്ഭുതമുണ്ട്. അതാണ് നമ്മുടെ ഉത്തര കേരളത്തിന്റെ സ്വന്തം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. കൊട്ടിയൂരിന്റെ ഐതിഹ്യം തുടങ്ങുന്നത് ദക്ഷ പ്രജാപതി നടത്തുന്ന ഒരു യാഗത്തിൽ നിന്നാണ്. അഹങ്കാരിയായ ദക്ഷ പ്രജാപതി തന്റെ പുത്രിയായ സതീദേവി മഹാദേവനെ വിവാഹം കഴിച്ചതിനെ തുടർന്നുണ്ടാകുന്ന വിദ്വേഷത്തില് മഹാദേവനെ അപമാനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്താല് ഒരു യാഗം നടത്താൻ തീരുമാനിക്കുന്നു. ആ യാഗത്തിലേക്ക് ലോകത്തിലെ സകലമാന ദേവീ ദേവന്മാരെയും ഋഷിമാരെയും മുനിമാരെയും ക്ഷണിക്കുന്ന ദക്ഷൻ മനഃപൂർവ്വം സതീദേവിയെയും മഹാദേവനെയും ക്ഷണിക്കുന്നില്ല. ഇതറിഞ്ഞ സതീദേവി മഹാദേവന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് തന്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കുചേരാൻ ചെല്ലുന്നു. എന്നാൽ യാഗത്തിൽ പങ്കുചേരാനെത്തിയ സതീദേവി നേരിടുന്നത് തന്റെ പിതാവായ ദക്ഷൻ തന്റെ പതിയായ മഹാദേവനെ അപമാനിക്കുന്നതാണ്. ഈ അപമാനം സഹിക്കവയ്യാതെ സതീദേവി അവിടുത്തെ യാഗാഗ്നിയിൽ സ്വയം ആത്മാഹുതി ചെയ്യുകയും ഇതറിഞ്ഞ മഹാദേവൻ കോപത്താൽ ജ്വലിച്ച് തന്റെ ജടയിൽ നിന്ന് വീരഭദ്രന് ജന്മം നൽകുകയും വീരഭദ്രനെ യാഗം നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്യുന്നു. തുടർന്ന് വീരഭദ്രൻ യാഗഭൂമി നാശമാക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. ഈ കഥയാണ് കൊട്ടിയൂരിന്റെ ചരിത്രമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ എല്ലാ വർഷത്തെയും പോലെ എനിക്ക് ഇപ്രാവശ്യം കൊട്ടിയൂർ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബായ്.